ദാമ്പത്യം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 95. ഹോസ്പിറ്റലിന് മുൻപിൽ കൊണ്ടുപോയി വണ്ടി എങ്ങനെയാണ് നിർത്തിയെന്ന് പോലും ആദിക്കപ്പോഴും അറിയില്ലായിരുന്നു. കാറ് ഓഫ് ചെയ്യാതെ തന്നെ അവൻ വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങി. എന്നിട്ട് വേഗത്തിൽ ആശുപത്രിയുടെ എൻട്രൻസിലേക്ക് ഓടിക്കയറി. കോ ഡ്രൈവിംഗ് സീറ്റിൽ അവനോടൊപ്പം ഉണ്ടായിരുന്ന ജിത്താണ് കാറ് ലോക്ക് ചെയ്തതും കീ കൊണ്ടുപോയി സെക്യൂരിറ്റിക്ക് പാർക്കിങ്ങിനായി കൊടുത്തതും ഒക്കെ. റിസപ്ഷനിൽ ചെന്ന് ലേബർ റൂം എവിടെയെന്ന് തിരക്കുമ്പോൾ ആദിക്ക് തൻ്റെ ശരീരം വിറയ്ക്കുമെന്ന് തോന്നിപ്പോയി. അവൻ്റെ കാലുകൾ നിലത്തുറയ്ക്കുന്നില്ലായിരുന്നു. പേടി കൊണ്ടോ വെപ്രാളം കൊണ്ടോ ആദിയുടെ ശരീരം വേച്ച് പോകുന്നുണ്ടായിരുന്നു. റിസപ്ഷനിസ്റ്റ് നിർദ്ദേശപ്രകാരം 1ാമത്തെ നിലയിലാണ് അവൻ ധൃതിയിൽ പടികൾ ഓടിക്കയറി. ലേബർ റൂമെന്ന് ചുവന്ന അക്ഷരങ്ങളിൽ എഴുതി കാണുന്ന വലിയ ബോർഡ് കണ്ടതും ആദിയോടെ അവൻ്റെ കാലുകൾ അങ്ങോട്ടേക്കാണ് നീങ്ങിയത്. അമ്മേ, അവക്ക് അടഞ്ഞുകിടക്കുന്ന പ്രസവ റൂമിൻ്റെ വലിയ കണ്ണാടി വാതിലിലേക്ക് നോക്കുമ്പോൾ ഭയത്താൽ ആദിയുടെ സംസാരം പോലും മുറിഞ്ഞുപോയിരുന്നു. ഒന്നും പറഞ്ഞിട്ടില്ല മോനെ, കുറച്ച് നേരമായിട്ട് കയറ്റിയിട്ട് വീട്ടിൽ വെച്ച ബ്ലീഡിങ് ആയായിരുന്നു. സാരിത്തുമ്പാൽ കണ്ണൊപ്പിക്കൊണ്ട് രാധ പറയുമ്പോൾ അവരും കരയുകയായിരുന്നു. ആദി, ദേവിക അവിടെ കാര്യം വല്ലതും അറിഞ്ഞോ? അപ്പോഴേക്കും ജിത്തു അങ്ങോട്ടേക്ക് ഓടിയെത്തിയിരുന്നു. ഒന്നും പറഞ്ഞിട്ടില്ലെന്ന്. ഉള്ളിലുള്ള ആദി പുറത്തേക്ക് കാട്ടാൻ കഴിയാതെ അവൻ ഇരു കൈകൾ കൊണ്ടും തൻ്റെ മുടിയെ പിന്നിലേക്കൊന്ന് കോതി ഒതുക്കി വെച്ചു. എന്നിട്ട് ആയത്തിൽ ശ്വാസം എടുത്തുകൊണ്ട് നെഞ്ചൊന്ന് തിരുമ്മി വിട്ടു. എടാ, നീ ടെൻഷൻ അടിക്കാതെ, അവക്കൊന്നും സംഭവിക്കില്ല. ഇതിപ്പോൾ വേദന ഇത്തിരി മുന്നേ വന്നു, അത്രയുള്ളൂ. കൂട്ടുകാരൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് തന്നെ ജിത്തിൻ്റെ വലങ്കൈ അവൻ്റെ തോളിൽ അമർന്നിരുന്നു. രാവിലെ കൂടെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ ജിത്തെ. അല്ലായിരുന്നേ ഞാൻ ഇന്ന് ഓഫീസിൽ പോവില്ലായിരുന്നു. ആദിയുടെ വിരൽ തുമ്പ് പോലും വിറയ്ക്കുന്നത് ജിത്ത് ശ്രദ്ധിച്ചു. എടാ, അഭിയേട്ടൻ പറഞ്ഞല്ലോ കുറച്ച് മുമ്പേ വരെ കൂടി അവൾ ഓക്കെ ആയിരുന്നെന്ന്. ഇതൊക്കെ പെട്ടെന്നങ്ങ് സംഭവിക്കുന്ന കാര്യങ്ങളാടാ. ഡോക്ടർമാർ പറയുന്ന സമയത്തൊന്നും ഒന്നും ആവില്ല. ജിത്തിന് അവനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയില്ലായിരുന്നു. എന്ത് പറഞ്ഞാലും ദേവികയും കുഞ്ഞിനെയും കണ്ടു കഴിഞ്ഞെങ്കിൽ മാത്രമേ അവൻ്റെ മനസ്സിത്തിരി സമാധാനം കിട്ടുകയുള്ളൂവെന്ന് ജിത്തിന് നല്ല ബോധ്യവും ഉണ്ടായിരുന്നു. അമ്മേ, അഭിയേട്ടൻ എന്നിട്ടെവിടെ? എന്തോ ഒരു ഓർമ്മയിൽ ആദിയിൽ നിന്നും തിരിഞ്ഞവൻ രാധയോട് ചോദിച്ചു. നിങ്ങളെ വിളിച്ചിക്കാര്യം പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചതും അഭി എന്നെ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് മോനെ, നീലിമയും കൊച്ചിനെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞവൻ. രാധ മുഖം മൊത്തം സാരിയുടെ കോന്തല കൊണ്ട് ഒന്ന് അമർത്തി തുടച്ചു. ആ, അമ്മ പോയി അവിടെ ഇരുന്നോ, ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട. ലേബർ റൂമിന് മുൻപിലായി വെയിറ്റിംഗ് ഏരിയയിൽ നിരത്തിയിട്ടിരിക്കുന്ന കസേരകൾ ചൂണ്ടിക്കാട്ടി ജിത്ത് പറഞ്ഞതും അവന് മെല്ലെ അങ്ങോട്ടേക്ക് നീങ്ങി ഒരു കസേരയിലേക്കായി ഇരിപ്പുറപ്പിച്ചു. ആദി, എടാ, ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിക്കാതെ, അവക്കും കുഞ്ഞിനും ഒരു കുഴപ്പവും വരത്തില്ലടാ. മഹർഷിയുടെ നിറഞ്ഞ കണ്ണുകൾ ജിത്തിനെ അത്രമേൽ സങ്കടത്തിലാഴ്ത്തിയിരുന്നു. പക്ഷേ ആരെയും നോക്കാതെ ഒന്നും കേൾക്കാൻ തയ്യാറാവാതെ നടക്കുന്നവൻ ജിത്തിൽ വെപ്രാളം ഉണ്ടാക്കി. ഭ്രാന്ത് പിടിച്ചവനെ പോലെ ഇടയ്ക്കിടയ്ക്ക് ലേബർ റൂമിൻ്റെ വാതിൽക്കലേക്ക് ഉറ്റു നോക്കിക്കൊണ്ട് ആ വരാന്തയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവനോട് പിന്നീടൊന്നും ജിത്ത് സംസാരിക്കാൻ തുനിഞ്ഞില്ല. കാരണം ഒരാശ്വാസ വാക്കുപോലും അവനെ ഇപ്പോൾ സ്വാധീനിക്കില്ല എന്ന കാര്യം ജിത്തിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. എടാ, എന്തായി? എന്തേലും ഡോക്ടർ പറഞ്ഞോ? അപ്പോഴേക്കും അഭിയും അങ്ങോട്ടേക്ക് വെപ്രാളത്തോടെ എത്തിയിരുന്നു. കൂട്ടത്തിൽ കുഞ്ഞിപ്പെണ്ണും. ഒന്നും അറിയില്ല അഭിയേട്ടാ. വിളറി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആദിയുടെ നേർക്ക് ഓടുന്ന തത്തമ്മയെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ജിത്ത് മറുപടി കൊടുത്തു. ആ. അമർത്തിയൊന്നും മൂളിക്കൊണ്ട് ജിത്തിനെ കേൾക്കുമ്പോഴും അനിയൻ്റെ തകർന്ന അവസ്ഥ കണ്ട ആ നേരം കരളുരുക്കുകയായിരുന്നു അഭി. അച്ഛേ. അതേസമയം ആദിയുടെ അരികിലേക്കായി വിതുമ്പിക്കൊണ്ടാണ് കുഞ്ഞിപ്പെണ്ണ് ഓടിച്ചെന്നത്. അച്ചയുടെ പൊന്ന്, എന്തിനാ കരയുന്നേ? അവളെ എടുത്തുയർത്തി ഒക്കത്തേക്ക് വെക്കുമ്പോൾ കുഞ്ഞിൻ്റെ നിറഞ്ഞ കണ്ണുകൾ ആദിയെ വല്ലാതെ സങ്കടത്തിലാഴ്ത്തി. അമ്മയെ കാണണം. അവൻ്റെ തോളിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചുകൊണ്ട് കുഞ്ഞിപ്പെണ്ണെ ഏങ്ങലടിച്ചു. അമ്മ ഇപ്പോൾ വരും വാവേ, കരയില്ലേ നീയ്? നെഞ്ചു കുത്തി പറയുന്ന സങ്കടം ഉണ്ടായിരുന്നെങ്കിലും തത്തമ്മയെ പൊതിഞ്ഞു പിടിച്ച് തൻ്റെ വെപ്രാളം കുറയ്ക്കുവാനാണ് അവനപ്പോൾ ശ്രമിച്ചത്. അച്ഛേ,
നമ്മുടെ കുഞ്ഞാവേം ഇപ്പൊ വരോ? പോരുന്ന വഴി അഭി പറഞ്ഞ വാക്കുകൾ ഓർമ്മയിലുണ്ടായിരുന്നത് കൊണ്ടാവാം കുഞ്ഞിപ്പെണ്ണ് തൻ്റെ അച്ഛനോടത് തുറന്നു ചോദിച്ച്. ആ, വരുവടാ പൊന്നെ. അമ്മ കുഞ്ഞാവെ കൊണ്ടുവരാൻ പോയതാ, ഇപ്പൊ വരും. തൻ്റെ നെഞ്ചിലെ ചൂടിലേക്ക് ആ പൊന്നുമകളെ പൊതിഞ്ഞു പിടിച്ച് അവളിലെ ആവലാതികൾ മാറ്റിക്കൊടുക്കുമ്പോഴും ആ ഒരുവൻ്റെ ചങ്ക് വാതിലിനപ്പുറത്ത് പ്രസവവേദന കൊണ്ട് അലറിക്കരയുന്ന തൻ്റെ മറുപാതിയുടെ അരികിലായിരുന്നു എന്നതാണ് സത്യം. നിമിഷങ്ങൾ വീണ്ടും കടന്നുപോയി. കുഞ്ഞിപ്പെണ്ണ് തൻ്റെ അച്ഛൻ്റെ സങ്കടം അറിഞ്ഞെന്ന വണ്ണം പിന്നീട് ഒരു ചോദ്യത്തിനും തുനിഞ്ഞില്ല. മഹർഷിയുടെ തോളിൽ അവൻ്റെ തലോടലിൽ വെറുതെ കണ്ണും പൂട്ടി കടന്നു കൊടുത്തു. ദേവികയുടെ ആരെങ്കിലും ഉണ്ടോ? പെട്ടെന്നാണ് ലേബർ റൂമിൻ്റെ വാതിൽ തുറന്ന് ഒരു നേഴ്സ് പുറത്തേക്ക് ഇറങ്ങി വന്നത്. സിസ്റ്റർ, ഞാൻ അവളുടെ ഹസ്ബൻഡാണ്. ആദ്യം അപ്പോഴേക്കും പരിസരം മറന്ന് കുഞ്ഞിനെ ഒക്കത്ത് വെച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പാഞ്ഞു ചെന്നിരുന്നു. അവനു പിറകെ ജിത്തു, അഭിയും രാധയും ധൃതിയിൽ ചെന്നു. ദേവിക പ്രസവിച്ചു കേട്ടോ, ആൺകുഞ്ഞാണ്. അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു. അവരോടെല്ലാവരോടുമായിട്ട് ഒരു ചിരിയോടെ പറഞ്ഞിട്ട് അവർ വീണ്ടും അകത്തേക്ക് കയറിപ്പോയി. ഈശ്വര, നീ കാത്തു. രാധമ്മ സന്തോഷം സഹിക്കാൻ വയ്യാതെ കരഞ്ഞു പോയിരുന്നു ആ നേരം. എടാ കൺഗ്രാറ്റ്സ്. ജിത്തു അഭിയും കൂടി മഹർഷിയെ പൊതിഞ്ഞതും ചിരിച്ചും കൊണ്ട് നിൽക്കുന്നവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി താഴേക്ക് ഒഴുകുകയായിരുന്നു. സന്തോഷ കണ്ണുനീര്. അച്ഛേ, എനിക്കൊരു അവിയം പാവയും കൂടെ വന്നച്ചേ. അതേസമയം ആദിയുടെ കണ്ണുകളിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീരിനെ തുടച്ചുകൊണ്ട് തത്തമ്മ ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് അവളുടെ അച്ഛൻ്റെ കഴുത്തിൽ കൂടി ചുറ്റിപ്പിടിച്ചുകൊണ്ട് ആ മുഖം നിറയെ കുഞ്ഞിച്ചുണ്ടുകൾ ഇടതടവില്ലാതെ പതിപ്പിച്ചു. ലേബർ റൂമിലെ സിസ്റ്റർ കുഞ്ഞിനെ നീട്ടിയത് ആദിയുടെ നേർക്കായിരുന്നെങ്കിലും അവനെ കൈനീട്ടി വാങ്ങിയത് തത്തമ്മയായിരുന്നു, തൻ്റെ അവകാശം എന്നതുപോലെ. അച്ഛേ, ഇവനെ പഞ്ഞിമുട്ടായി പോലെയായിരിക്കുന്നേ. മടിയിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ കവിളിൽ വിരലുകൊണ്ടൊന്ന് മെല്ലെ തൊട്ടിട്ട് തത്തമ്മ മനസ്സ് നിറഞ്ഞു ചിരിച്ചു. അവൾക്കങ്ങ് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യായിരുന്നു. കയ്യിൽ കിടക്കുന്ന മുത്തുമണിയെ തൊട്ടൊഴിഞ്ഞും ഉമ്മകൾ കൊടുത്തുമൊക്കെ അവൾ തന്നെ ആനന്ദം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. എൻ്റെ തത്തക്കുഞ്ഞി ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നേ. വെയിറ്റിംഗ് ഏരിയയിലെ ചെയറിൽ അവൾക്കരികിലായിരുന്ന തത്തമ്മ കുഞ്ഞിപ്പെണ്ണിൻ്റെ നെറുകയിൽ ഒന്ന് തലോടിക്കൊണ്ട് ചിരിച്ചു. മുത്തശ്ശി, എന്നാലും അനിയൻകുട്ടനെ ഒന്നുകൂടെ പഞ്ഞിമുട്ടായി. തൻ്റെ കൈക്കുള്ളിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ അവൾ രാധയുടെ കയ്യിലേക്കായി വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. നിന്റെ കുഞ്ഞിപ്പെണ്ണ് പറയുന്നത് കേട്ടോടാ കുഞ്ഞാവേ, നീ പഞ്ഞിമുട്ടായ പോലെ ഇരിക്കുന്നേന്ന്. അവനെ കയ്യിൽ വെച്ച് താലോലിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ രാധയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു തൂവിയിരുന്നു. വീണ്ടും താനൊരു മുത്തശ്ശിയായതിൻ്റെ സന്തോഷം. അത്രയും നേരം ആദി കയറിയ മനസ്സിൽ മഞ്ഞു പെയ്തതുപോലെ ഒരു സുഖം. കണ്ണു നിറച്ചുകൊണ്ട് കുഞ്ഞിനെ നോക്കി നിന്നതല്ലാതെ ആദി ഒരക്ഷരം പോലും സംസാരിച്ചിരുന്നില്ല ആ നേരം. എല്ലാവരുടെയും മുഖത്തെ സന്തോഷങ്ങൾ കണ്ണു നിറച്ച് കാണുന്നതിൻ്റെ തിരക്കിലായിരുന്നു അവനപ്പോൾ. അമ്മേ, ഒന്നിങ്ങി തന്നേ, ഇനി ഞാൻ കുറച്ചു നേരം എടുക്കട്ടെ. അപ്പോഴേക്കും അഭി കുഞ്ഞിനെ കയ്യിലേക്ക് വാങ്ങിയിരുന്നു. ദേവിയെപ്പോലെ അമ്മ ഇവനിരിക്കുന്നേ. കയ്യിലിരിക്കുന്ന കുഞ്ഞിൻ്റെ താടിത്തുമ്പിൽ ഒന്ന് തൊട്ടവൻ. എന്നിട്ട് നിറഞ്ഞ ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന ആദിയെ അവൻ കണ്ണുകൾ കൊണ്ട് മോനെ നോക്കുവാൻ ആംഗ്യം കാട്ടി. ഇനി ഇങ്ങി താ അഭിയേട്ടാ. പിന്നീട് ജിത്തിൻ്റെ കയ്യിലേക്കാണ് അവൻ ചെന്നെത്തിച്ചേർന്നത്. അവനും ഇത്തിരി നേരം കുഞ്ഞാപ്പിയെ എടുത്ത് പുന്നാരിച്ചുകൊണ്ട് നിന്നു. പക്ഷെ ഏറ്റവും അവസാനമാണ് കുഞ്ഞ് കറങ്ങി തിരഞ്ഞ് മഹർഷിയുടെ കയ്യിലേക്ക് എത്തുന്നത് തന്നെ. കുഞ്ഞിനെ ഇനി കൊണ്ടുപോയിക്കോട്ടെ, പാല് കൊടുക്കേണ്ടതാ. അപ്പോഴേക്കും ഒരു സിസ്റ്റർ കുഞ്ഞിന് വേണ്ടി അങ്ങോട്ടേക്ക് ചെന്നിരുന്നു. റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി കാണിക്കാം കേട്ടോ. ആ കുഞ്ഞു മുഖം കണ്ണു നിറച്ചൊന്ന് കണ്ടു കഴിഞ്ഞില്ല. അതിനു മുൻപേ തന്നെ ലേബർ റൂമിലെ സിസ്റ്റർ ആദിയുടെ കയ്യിൽ നിന്നും അവനെ എടുത്തുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയിരുന്നു. എങ്കിലും അത്രയും നേരം ടെൻഷൻ അടിച്ച് ഭ്രാന്ത് പിടിച്ചവനിൽ നിന്നും ആ നേരവും ഒരാശ്വാസത്തിൻ്റെ നെടുവീർപ്പുയർന്നു. അപ്പോഴേക്കും അഭി തന്നെ നീലിമയും വിശ്വത്തിനെയും കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞിരുന്നു. നിമിഷങ്ങൾ കഴിഞ്ഞുപോയി. കുഞ്ഞിപ്പെണ്ണ് വാതോരാതെ അവളുടെ മുത്തശ്ശിയോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് കൂടുതലും കുഞ്ഞിൻ്റെ കാര്യങ്ങളായിരുന്നു എന്ന് മാത്രം. അമ്മേ. കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ആദി എന്തോ ഓർമ്മയിൽ ആദിയുടെ അരികിലേക്ക് ചെന്ന് നിന്നത്. എന്താ മോനെ? അവർ ഒരു ചിരിയോടെ
തൻ്റെ മുൻപിൽ നിൽക്കുന്നവനെ മുഖം ഉയർത്തി നോക്കി. ദേവികയെ ഇങ്ങോട്ട് കൊണ്ടുവന്നവരെവിടെ? അവൻ നെറ്റി ചുളിച്ചുകൊണ്ട് തിരക്കി. താഴത്തെ വെയിറ്റിംഗ് ഏരിയയിൽ കാണും. അപ്പോഴാണ് രാധയും അവരെപ്പറ്റി ചിന്തിച്ചത് തന്നെ. ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാം. അടുത്തു നിൽക്കുന്ന അഭിയെയും ചിത്തിനെയും ഒന്ന് നോക്കിയിട്ട് അവൻ മെല്ലെ പറഞ്ഞു. ആദി മോനെ, വഴക്കൊന്നും വേണ്ടടാ. നമ്മളെ സഹായിച്ചിട്ടേയുള്ളൂ. ഒന്നും പറയണ്ട, വിട്ടേക്ക്. അവരോട് തൻ്റെ മകൻ വഴക്കിന് പോകുമോ എന്നുള്ള പേടി ആ അമ്മയ്ക്ക് ആവോളം ഉണ്ടായിരുന്നു എന്ന് വേണം പറയുവാൻ. ഏയ് ഇല്ലമ്മേ, എനിക്കൊന്ന് കാണണം, സംസാരിക്കണം, അത്രയുള്ളൂ. മഹർഷി വീണ്ടും എടുത്തു പറഞ്ഞു. എന്നിട്ട് താഴത്തെ നില ലക്ഷ്യമാക്കി തിരിഞ്ഞു നടന്നു. ജിത്തെ, നീയും കൂടെ ചെല്ല്. അവൻ അവരെ കണ്ടു കഴിയുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നൊന്നും നമുക്ക് ഊഹിക്കാൻ പോലും പറ്റത്തില്ല. അഭി നിർബന്ധിച്ചപ്പോഴാണ് ജിത്തു ആദിക്ക് പിന്നാലെ നടക്കാൻ തുടങ്ങിയത്. എടാ ആദി. താഴത്തെ നിലയിലുള്ള വെയിറ്റിംഗ് ഏരിയയിലേക്ക് നടക്കുന്നവനെ ജിത്ത് പിന്നിൽ നിന്നും വിളിച്ചുവെങ്കിലും ആദി അവനെ കേൾക്കുവാനോ അവനായി കാത്തു നിൽക്കാനോ തുനിഞ്ഞില്ല എന്ന് വേണം പറയുവാൻ. എങ്കിലും വെയിറ്റിംഗ് ഏരിയയിലേക്ക് ചെല്ലുന്നതിന് മുൻപേ തന്നെ ജിത്ത് അവനോടൊപ്പം കൂടെ കൂടിയിരുന്നു. ദൂരെ നിന്നെ അവരിരുവരും ഒരുപോലെ കണ്ടിരുന്നു. ഒരു കസേരയിൽ കൂനിക്കൂടിയിരിക്കുന്ന ഒരു സ്ത്രീരൂപത്തെ. ഒരു ചുവപ്പ് കളറിലുള്ള സാധാരണ കോട്ടൺ ചുരിദാറാണ് ആളിൻ്റെ വേഷം. മുടിയൊക്കെ തോളറ്റം വരെ അപ്പാടെ മുറിച്ചു കളഞ്ഞിരുന്നു. പണ്ടത്തെ ഒരു പ്രസരിപ്പോ ഓജസ്സോ ഒന്നും ആ മുഖത്ത് കാണുവാനില്ലായിരുന്നു. വിളറിയ മുഖവും കുഴിഞ്ഞ കണ്ണുകളും പ്രകാശം പറ്റിയ കവിളുകളും ആ ഇരിക്കുന്നവളെ ഒരു ദുരന്ത നായികയെപ്പോലെ തോന്നിപ്പിച്ചു. അനാമിക. അവളുടെ മുൻപിലേക്കായി ചെന്ന് നിന്നുകൊണ്ട് ആദി മെല്ലെ വിളിച്ചു. ആദിയേട്ടാ. അവനെ കണ്ടതിൻ്റെ മറുക്ഷണം അവൾ ഇരുന്നിടത്ത് നിന്ന് ഞെട്ടിപ്പടഞ്ഞ് എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞിരുന്നു. ചെയ്തു തന്ന കാര്യത്തിന് വലിയ ഉപകാരമുണ്ട്. എങ്കിലും ചോദിക്കുകയാണ്, ഈ വരവിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? ആദി ഇത്തിരി ഗൗരവത്തിൽ തന്നെയാണ് അവളോട് തിരക്കിയത്. കാരണം തൻ്റെ പാതിയുടെയും കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിന് മുകളിൽ ഇനിയൊരു കറുത്ത നിഴലും ഉണ്ടാവരുതെന്ന് ആദിക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു. ചെയ്തു കൂട്ടിയ പാപങ്ങളൊന്നും മാപ്പർഹിക്കുന്ന അല്ല ആദിയേട്ടാ. പക്ഷേ നിങ്ങളെ എല്ലാവരെയും ഒന്ന് കാണണമെന്ന് തോന്നി. ഒരു വട്ടമെങ്കിലും ക്ഷമ ചോദിക്കണമെന്ന് തോന്നി. അല്ലാതെ ആരെയും സങ്കടപ്പെടുത്താനോ ഒന്നുമല്ല ഞാൻ വന്നത്. അത് പറയുമ്പോൾ അനാമികയുടെ കണ്ണുകളിൽ നീര് പൊടിഞ്ഞിരുന്നു. പക്ഷെ വന്ന സമയം നന്നായി. ഇങ്ങനെയെങ്കിലും ഒരു ചെറിയ പ്രായശ്ചിത്തം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞുവല്ലോ എന്നുള്ള സന്തോഷമുണ്ട്. അവൾ അവരെ നോക്കിക്കൊണ്ട് മനസ്സ് നിറഞ്ഞു ചിരിച്ചു. അനാമിക, ചിലപ്പോൾ നീ ഈ പറയുന്നത് സത്യങ്ങളായിരിക്കാം. പക്ഷെ അതൊന്നും വിശ്വസിക്കുവാനോ അതിൻ്റെ പേരിൽ നിന്നെ എൻ്റെ വീട്ടുകാരോട് ചേർത്ത് നിർത്തുവാനോ ഉള്ള മനുഷ്യത്വമോ വിശാല മനസ്കതയോ ഒന്നും ഇന്ന് എന്നിൽ ഒട്ടുമില്ല. കാരണം എനിക്കൊരു കുടുംബമുണ്ട്. അവരുടെ മേലുള്ള ഒരു ചെറിയ റിസ്ക് പോലും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറല്ല. അക്കാര്യത്തിൽ ഞാൻ തികച്ചും സ്വാർത്ഥനാണ്. അതുകൊണ്ട് നീ ചെയ്തു തന്ന ഈ ഉപകാരത്തിന് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും എന്നും കരുതി ക്ഷമ ചോദിച്ചു വരുമ്പോൾ എൻ്റെ വീടിൻ്റെ വാതിലുകൾ തുറന്നു തരുമെന്ന് നീ ഒരിക്കലും കരുതരുത് അനാമിക. സംസാരം വളരെ ശാന്തമായിരുന്നുവെങ്കിലും മഹർഷിയുടെ വാക്കുകൾ വളരെ മൂർച്ചയേറിയതായിരുന്നു. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചല്ല ആദിയേട്ടാ. ബാക്കി തുടരാനാവാതെ അനാമിക നിസ്സഹായതയോടെ അവനെ നോക്കി. നീ അങ്ങനെയൊന്നും ചിന്തിച്ചല്ലായിരിക്കും വന്നത്. ചിലപ്പോൾ നിന്റെ ഈ ക്ഷമ ചോദിക്കൽ വളരെ ജനുവിനും ആയിരിക്കാം. നീ എന്നെ ഇട്ടിട്ട് പോയപ്പോൾ തന്നെ ഞാൻ നിന്നോട് ക്ഷമിച്ചതാണ് അനാമിക. അതുകൊണ്ട് തന്നെ ഇനിയൊരു മാപ്പ് പറച്ചിന് ആവശ്യമില്ലാതാനും. കാരണം നീ എനിക്കൊരു എതിരാളിയേ അല്ലായിരുന്നു. ആദി വളരെ ഗൗരവത്തോടെ തന്നെ തുടർന്നു. ഒരു തരത്തിൽ പറഞ്ഞ നീ എന്നെ ഇട്ടിട്ട് പോയി നന്നായി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നീ മൂലമാണ് എനിക്കെൻ്റെ ദേവികയെ കിട്ടിയത്, എൻ്റെ തത്തയെ കിട്ടിയത്, ഇപ്പോൾ ഒരു കുഞ്ഞും. അതുകൊണ്ട് ഇനി ഇക്കാര്യം പറഞ്ഞ് നീ എന്നെയോ എൻ്റെ കുടുംബക്കാരെയോ തേടി വരരുത്. അത് നിന്നോടുള്ള പേടി കൊണ്ടോ ദേഷ്യം കൊണ്ടോ പറയുന്നതല്ല. എൻ്റെ ജീവിതം വെച്ച റിസ്ക് ഞാൻ എടുക്കില്ല എന്നതുകൊണ്ട് മാത്രമാണ്. ഞാൻ പറഞ്ഞത് അനാമിക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആദ്യം അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞവസാനിപ്പിച്ചു. ഇനിയൊരു വാക്കുപോലും പറയുവാൻ ബാക്കിയില്ല എന്ന വണ്ണം. മനസ്സിലായി ആദിയേട്ടാ. എന്നാലും മാപ്പ്. ചെയ്തതിനൊക്കെ മാപ്പ്. സന്തോഷമായിട്ടിരിക്കെ. ഇനിയൊരിക്കലും ഞാൻ കാരണം നിങ്ങൾക്കൊരു സങ്കടം ഉണ്ടാവില്ല.
ആരുടെയും കൺമുമ്പിൽ പോലും ഞാൻ വരില്ല. എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് ഞാൻ ചെയ്ത തെറ്റുകളുടെയൊക്കെ ആഴം. പോട്ടെ. കണ്ണ് നിറച്ചുകൊണ്ടുള്ള അവളുടെ പറച്ചിലിൽ ആദ്യമൊന്ന് തലവെട്ടിച്ചു. പൊയ്ക്കോ അനാമിക. എവിടെയെങ്കിലും എവിടെയാണെങ്കിലും സന്തോഷത്തോടെ ജീവിക്കാൻ നോക്ക്. അത്രയും അവസാനമായി പറഞ്ഞിട്ട് ആദി തിരിഞ്ഞു നടന്നു. അനാമിക എന്ന പേരിൽ നിന്നും എന്നേക്കുമായി. അതേസമയം അവനെ കണ്ണുകളിൽ നിറച്ചുകൊണ്ട് അവളും നടന്നു. ഇനിയൊരു കണ്ടുമുട്ടൽ ഒരിക്കലും ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. എടാ അനാമിക, അവൾ മനസ്സോടെയാ മാപ്പ് ചോദിച്ചത്. തിരിച്ചു മുകളിലേക്കുള്ള നിലയിലേക്കുള്ള പടികൾ കയറുമ്പോൾ ആദിയുടെ പിന്നാലെ നടന്ന ജിത്തിൻ്റെ സംശയം അവൻ തുറന്നു കാട്ടി. ആയിരിക്കാം, പക്ഷെ വേണ്ടടാ. എൻ്റെ ദേവിയുടെയും കുഞ്ഞുങ്ങളുടെയും ഇടയിൽ ഒരു പേരുകൊണ്ട് പോലും ഒരിക്കലും അവൾ ഉണ്ടാവേണ്ട. ഇതെൻ്റെ സ്വാർത്ഥതയാ. പക്ഷേ ഇപ്പോൾ അവൾ ഈ അനുഭവിക്കുന്ന കുറ്റബോധം, ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ഷീ ഡിസേർവ്സ്. ആദി പറഞ്ഞവസാനിപ്പിച്ചു. ശരിയാണ്, നമ്മളിൽ നിന്ന് എപ്പോഴെങ്കിലും ഇറങ്ങിപ്പോയവരുടെ ഒരു സാമീപ്യവും കൊണ്ട് പോലും നമ്മൾ അവരുടെ മനസ്സമാധാനവും ജീവിതവും നഷ്ടപ്പെടും എന്നൊരു തോന്നലുണ്ടായാൽ അവരിൽ നിന്ന് എന്നേക്കുമായി അകലം പാലിക്കുക തന്നെ വേണം. മനസ്സിൻ്റെ വാതിലുകൾ കൊട്ടിയടയ്ക്കുക. കൈക്കുമ്പിളിൽ കോരിയെടുത്ത് വെച്ചിരിക്കുന്ന തൻ്റെ എന്ന് കരുതിയവരെ ഒരു തുള്ളി പോലും താഴേക്കൊഴുകി പോകുവാൻ അനുവദിക്കാതെ പൊതിഞ്ഞ് കാത്തു സൂക്ഷിക്കുക. അവർക്കായി ജീവനുള്ള കാലത്തോളം കാവലാളായി തുടരുക. ഈശ്വരൻ തന്നൊരു ജീവിതത്തെ സ്നേഹിക്കുന്നവരോടൊപ്പം ആസ്വദിക്കുന്നതിൽ കവിഞ്ഞൊരു സന്തോഷവും ഈ ഭൂമിയിലില്ലെന്നേ. ഇതിപ്പോൾ ആദിയുടേതാണോ അതോ മൈഥിലിയുടേതാണോ എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം പറയാൻ ഇച്ചിരിയല്ല, ഒത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അടുത്ത പാട്ടുമായി അടുത്ത ദിവസം വരാം. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.